കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഈ മാർച്ച് 31-ാം തീയതി രാത്രിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി മാറ്റം നടക്കുന്നത്. 31-ാം തീയതി രാത്രി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജ കഴിഞ്ഞ് അത്താഴശിവേലി കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പഴയ മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും ഭഗവാനോട് നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം മേൽശാന്തിയുടെ സ്ഥാനചിഹ്നമായ താക്കോൽ കൂട്ടും ആയി പുറത്തേക്ക് ഇറങ്ങുകയും ശ്രീ ഗുരുവായൂരപ്പന് താൻ 6 മാസക്കാലം പൂജ കഴിച്ച് ഭഗവാൻ ആ പൂജകളെല്ലാം ഉൾക്കൊണ്ട് സന്തോഷത്തിലിരിക്കുന്ന ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് മേൽശാന്തി പുറത്തേക്ക് ഇറങ്ങി ആ ശ്രീകോവിൽ വാതിലിന് ചുറ്റും ഒരു പ്രദക്ഷിണം വയ്ക്കുന്നു. മേൽശാന്തിയോടൊപ്പം തന്ത്രി നമ്പൂതിരിപ്പാടുണ്ടാകും, ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി തിരുമേനി ഉണ്ടാകും, ദേവസ്വം ഭരണകർത്താക്കളുണ്ടാവും, ക്ഷേത്രത്തിലെ പരിചാരകന്മാരെല്ലാവരും ഉണ്ടാവും. ആ സമയത്ത് ആ ശ്രീ ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം എന്തെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു അമ്മയ്ക്ക് തൻ്റെ മകനെ വിട്ടുപോകുമ്പോൾ എങ്ങനെയാണോ ആ മാനസികാവസ്ഥ ഉണ്ടാകുക, അതേമാതിരി ആയിരിക്കും ആ മേൽശാന്തിയുടെ മനസ്സ് മുഴുവൻ. 6 മാസക്കാലം രാവിലെ 3 മണി മുതൽ ശ്രീ ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനെ കുളിപ്പിക്കുകയും നിവേദ്യം വാരി കൊടുക്കുകയും അലങ്കരിക്കുകയും ഒപ്പം കൊണ്ടു നടക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആ ഒരു സമയമുണ്ടല്ലോ, അതെല്ലാം ഓരോ ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നുണ്ടാവും. ഇതാ ഈ താക്കോൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മേൽശാന്തിയല്ല, സാധാരണക്കാരായ മനുഷ്യനായി. അപ്പോൾ എന്തൊക്കെ വികാരവിക്ഷുബ്ധമായ മനസ്സായിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖം. ഇത് കണ്ടാൽ നമുക്കത് മനസ്സിലാവും അദ്ദേഹത്തിന് വളരെ സങ്കടത്തിലാണ് അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നതെന്ന്. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിന് ചുറ്റും ഒരു പ്രദക്ഷിണം വയ്ക്കുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ പുതിയ മേൽശാന്തി ഉണ്ടാവും. അപ്പോൾ ആ പുതിയ മേൽശാന്തിയുടെ മനസ്സിലെന്താണ്, ഈ പഴയ മേൽശാന്തിയുടെ മനസ്സിൻ്റെ നേരെ എതിരായിട്ടായിരിക്കാം ഈ മേൽശാന്തിക്ക് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഈ താക്കോൽ താൻ അങ്ങോട്ട് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ താൻ പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ മേൽശാന്തി അമ്മയാണ്. 6 മാസത്തോളം എങ്ങനെ ഈ യാതൊരു കോട്ടവുമില്ലാതെ ഉണ്ണിക്കണ്ണനെ എങ്ങനെ പരിചരിക്കണം, എന്തായാലാണ് ഉണ്ണിക്കണ്ണന് സന്തോഷമാവുക എന്നീ തരത്തിലുള്ള ഒരു ജിജ്ഞാസയോട് കൂടിയിട്ടുള്ള മാനസികാവസ്ഥയാവും ഉണ്ടാവുക. അപ്പോൾ 2 മേൽശാന്തിമാർക്കും 2 തരത്തിലുള്ള ചിന്തകളാണ്. ഇതെല്ലാം കാണുന്ന ഭക്തന്മാർക്കോ അവർക്കും വേറൊരു ചിന്തകളാണ്. അതാ ആ 6 മാസം കഴിഞ്ഞ് മേൽശാന്തി പോവുകയാണ്, പുതിയ മേൽശാന്തി വരികയാണ്. പഴയ മേൽശാന്തി എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ആലോചന ഉണ്ടാവും. പുതിയ മേൽശാന്തി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലായിരിക്കും അവർ. അപ്പോൾ ഏതായാലും ഗുരുവായൂരപ്പൻ ഇതെല്ലാം ഒന്ന് കണക്കാക്കി ഉണ്ടാവും കേട്ടോ. അത് വേറെ വശം. ഭക്തന്മാരായ നമ്മുടെ മനസ്സിലാണ് ഇതൊക്കെ ഇങ്ങനെ തോന്നുക. അങ്ങനെ ആ ഒരു പ്രദക്ഷിണം വെച്ച് വന്നതിന് ശേഷം അദ്ദേഹം ആ നമസ്കാര മണ്ഡപത്തിൽ കയറി ശ്രീ ഗുരുവായൂരപ്പനെ നല്ലപോലെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് അതിൻ്റെ സ്ഥാനചിഹ്നമായ താക്കോൽ കൂട്ടം ആ ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് എന്തോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല. ആ സമയത്ത് അദ്ദേഹം തല താഴ്ത്തി ആ ശ്രീകോവിൽ വാതിൽ, ശ്രീലകവാതിൽ, നാലമ്പലം വാതിൽ ഒക്കെ വിട്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് ഈ 6 മാസക്കാലം ഭഗവാനെ പൂജിച്ച പൂജാപുണ്യവുമായി സ്വഗൃഹത്തിലേക്ക് യാത്രയാകുന്നു. പുതിയ മേൽശാന്തിയാണെങ്കിലോ ആ ക്ഷേത്രമൂരാളൻ ആ താക്കോൽ കൂട്ടമെടുത്ത് പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കുന്നു. പുതിയ മേൽശാന്തി ഭക്തി ബഹുമാനത്തോടു കൂടി അത് ഏറ്റുവാങ്ങി ആ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് വലത് കാൽ വെച്ച് കയറുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ കിട്ടിയ ഒരു സുഹൃതം. ആദ്യമായിട്ടുള്ളൊരു മേൽശാന്തിയാണെങ്കിൽ അത് കാൽ വെച്ച് കയറി ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ആ താക്കോൽ കൂട്ടം സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം യാതൊരു തരത്തിലുള്ള കുറ്റവും കുറവുകളും ഒന്നുമില്ലാതെ 6 മാസത്തോളം ഭഗവാൻ തന്നെ കൈപ്പിടിച്ചു കൊണ്ട് നടക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവിടെ ഒന്ന് നമസ്കരിച്ച് ഒരു പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വാതിലുകൾ അടയ്ക്കുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് ആണ് ആ ശ്രീകോവിൽ നട തുറക്കുക. മേൽശാന്തി 2:30 മണി കഴിഞ്ഞാൽ ആ രുദ്രതീർത്ഥക്കുളത്തിൽ വന്ന് മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധ്യാദികൾ കഴിച്ചതിന് ശേഷം ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറുകയും നാഴികമണി 3 അടിക്കുമ്പോൾ
ഗോപുരവാതിൽ നട തുറക്കുകയും ഭക്തജനങ്ങളെല്ലാവരും ഓടി വരികയും മേൽശാന്തി ശ്രീകോവിൽ നട തുറക്കുകയും ചെയ്യുന്നു. പിന്നെ തന്ത്രി നമ്പൂതിരിപ്പാടുണ്ടാകും. തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രോപദേശത്തോടു കൂടി പുതിയ മേൽശാന്തിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. തന്ത്രി നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തിന് മന്ത്രം ഉപദേശിക്കുന്നു. അതിനനുസരിച്ച് ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയോടുകൂടി മേൽശാന്തി നിർവഹിക്കുന്നു. 6 മാസക്കാലം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ഇദ്ദേഹമാണ്. ഗുരുവായൂരപ്പനെ 3 മണിക്ക് എണീപ്പിക്കുക, കുളിപ്പിക്കുക, വേണ്ടതെല്ലാം മലരെല്ലാം വാരി കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാനെ അലങ്കരിപ്പിക്കുക, എന്തെന്നല്ലാതെ ഒരു സ്വന്തം അമ്മ തൻ്റെ ചെറിയ പൈതലിനെ എങ്ങനെയാണോ നോക്കുന്നത് അതേമാതിരിയുള്ള ചിട്ടയോട് കൂടിയിട്ടാണ് അദ്ദേഹം കൊണ്ടു നടക്കുക. ഈ ദിവസങ്ങളിലൊന്നും ചിലപ്പോൾ അദ്ദേഹത്തിന് ഊണ് ശരിയാവുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല, ഒന്നും ഉണ്ടാവില്ല. ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഗുരുവായൂരപ്പനിൽ മാത്രമായിരിക്കും. പഴയ മേൽശാന്തിക്ക് ഈ ഊഴം കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത മേൽശാന്തി പണിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ മേൽശാന്തിക്ക് 60-ാം വയസ്സാണ് ഈ മാർച്ച് 31-ാം തീയതി. അദ്ദേഹത്തിന് കിട്ടിയ ഒരു അസുലഭ ഭാഗ്യം കൂടിയാണത്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം ശ്രീ ഗുരുവായൂരപ്പനെ ഉച്ചപൂജ കഴിക്കുവാനും അലങ്കരിക്കുവാനും കിട്ടുന്ന ഒരു അസുലഭ ഭാഗ്യമാണ്. മറ്റുള്ള മേൽശാന്തിമാർക്കെല്ലാം ഇത്ര കിട്ടിക്കൊള്ളുന്നില്ല. അവനാൻ്റെ പിറന്നാൾ ഇത് ഈ ഊഴക്കാലത്ത് വരെയെന്ന് ഇദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ 2 മേൽശാന്തിമാരെയും മനസ്സുകൊണ്ട് സ്മരിച്ച് ആ മേൽശാന്തിമാരുടെ തൃക്കാൽക്കൽ വീഴുക, നമസ്കരിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഈ മേൽശാന്തിമാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളും എല്ലായ്പ്പോഴും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എനിക്ക് വേണം, നമ്മളിലേക്ക് വർഷിക്കണം എന്നെല്ലാം പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇരിക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കും. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.